ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞേക്കണത് ജനറൽ സർവീസ്, അതേപോലെ വാട്ടർ സർവീസ് ചെയ്യണം, ഓയിൽ മാറ്റണം. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം വർക്ക് കേട്ടോ. നമ്മളിപ്പോൾ വണ്ടി വർക്കിന് കയറ്റിയാണത് 71,750 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത്, വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓൾറെഡി മിസ്സിങ് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് മൂലം വന്നൊരു കംപ്ലയിൻ്റ് ആണ്. അതിൻ്റെ ജെറ്റ് ബ്ലോക്ക് ആകാൻ പോകണമെന്നുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ തൽക്കാലം അങ്ങനെ ഉപയോഗിക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അങ്ങനത്തെ പ്രോബ്ലംസ്, പെട്രോൾ ലീക്ക് കാര്യങ്ങളൊക്കെ കാണിക്കും. കാരണം ഇപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നിലവിൽ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇൻഫോം ചെയ്തു എന്നുള്ളൂ. പിന്നെ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കൊക്കെ അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടത്. നിലവിൽ ഇത് ഉള്ളത് കമ്പനി ലൈനർ തന്നെയാണ്, പുതിയ ലൈനർ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ്, അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഗിയർ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, ഗിയർ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡ് ചെറിയൊരു ഓയിൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കുമ്പോൾ കേട്ടോ, അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന ഓയിൽ ലീക്കായിട്ട് പുറത്തേക്ക് വന്നതാണ്. ആരംഭമാണ്, തുടക്കമാണ്. അത് നമ്മൾ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചിട്ടാണ് അതിൻ്റെ ഓയിൽ സീലും ബെയറിങ്ങും മാറ്റാൻ പറ്റുള്ളൂ. അത് ഇപ്പം നിലവിൽ ഇപ്പം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇപ്പോൾ ബെയറിങ്ങിന് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷേ നിലവിൽ ലീക്കേജ് ഉണ്ട്. അപ്പോൾ അഴിച്ചു കഴിഞ്ഞാൽ ബെയറിങ്ങും ഓയിൽ സീലും കൂടി മാറ്റേണ്ടതായിട്ട് വരും. ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിക്കണം. താമസം തന്നെ വർക്കുമാണ് കേട്ടോ. നോക്കിയിട്ടൊന്ന് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയണം. അതനുസരിച്ച് നമുക്കാണ് ചെയ്യണമെങ്കിൽ കൂട്ടത്തിൽ ചെയ്തു തരാം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയർ ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. നിലവിൽ പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ കിടക്കണേ, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. നമ്മൾ ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് ഉള്ളതാണ്. അപ്പോൾ റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അയച്ചേക്കണതാണ്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ബെൽറ്റ് കമ്പനി ബെൽറ്റ് നമ്മൾ കിടക്കണേ. അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം കിടന്ന് ഓടിക്കോളൂ. നമുക്കിപ്പോൾ ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ അത് മതി. നൈറ്റ് രാത്രിയൊക്കെ വല്ല ഇതിനൊക്കെ ഓട്ടോ, അതായത് വലിയ ലോഡ് വെച്ചിട്ടുള്ള ഓട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിക്കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസ് വരെ കിടന്ന് ഓടിക്കോളും. പിന്നെ അതേപോലെ എൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. നോർമൽ തേയ്മാനങ്ങളൊക്കെ ഉണ്ട്, കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. ബെൻഡെക്സ് നോക്കുമ്പോൾ ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ഇച്ചിരി സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ സ്റ്റേജിൽ കുഴപ്പമില്ല, ഓടിക്കോളും. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. നിലവിൽ ക്ലച്ചിൽ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റുകളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കാർബേറ്ററിന് ഒരു കംപ്ലയിൻ്റ് ഉണ്ട് മിസ്സിങ്ങിൻ്റെ. അത് അഴിച്ച് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറേ കൂടി കഴിയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് കാണിക്കും. ഇപ്പം നിലവിലുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാണ്ടാണ് വണ്ടി മിസ്സിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ആക്സിലേറ്ററിൻ്റെ കേബിൾ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല, ചോക്ക് കേബിളും ഓക്കെയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈൻ റയൽ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഫ്രണ്ട് വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ടും ബാക്കും ഷോക്ക് ചെക്ക് ചെയ്ത് ഓക്കെയാണ് കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററി നമുക്ക് ഇതിൻ്റെ ബോഷ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാറ്ററി ഇരിക്കണേ. ഞാൻ എൻ്റെ നോക്കുമ്പോൾ 2024 വെച്ചുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. മാക്സിമം വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട്, 13 വോൾട്ട് കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 11.67 വരെ വന്നിട്ടുണ്ട്. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്തൊന്നും വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ മാറ്റിയിടുന്ന പ്ലഗ്ഗാണ്, കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റിയിടണം, അത് മൊത്തം പൊടിഞ്ഞ് മൊത്തത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അതൊരു സ്പോഞ്ച് മോഡൽ, ഒരു ചതുര ഇതിനകത്ത് വന്നതാണ് സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുക. എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റാണ്. അത് നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ. ഏകദേശം ഒരു 50 രൂപ താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം, വാട്ടർ സർവീസ് ചെയ്യണം. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. അതിനകത്ത് വീഡിയോ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് നമുക്ക് പറയേണ്ട 2 കേസുകളുണ്ട്. ഒന്ന് ഗിയർ ബോക്സ് ഓയിൽ ലീക്ക് ഉണ്ട്, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയണം. അതേപോലെ തന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വണ്ടിക്ക് മിസ്സിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് പറയണം കേട്ടോ. എന്നാലാണ് നമുക്ക് അതനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ വാട്സാപ്പിലേക്ക് ഇട്ടുതരാം. കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.